പുതിയൊരു വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് ടു സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ കാണാത്തവർക്കായി ആ വീഡിയോസിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ് ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് മെൻഡീലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചായിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ അതേതൊക്കെയാണ് ഈ ഒരു നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസിൽ വരുന്നതെന്ന് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, പ്ലിയോട്രോപ്പി, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് ലിങ്കേജ്. These are the deviations from Mendelian principles. ഓക്കെ, അതായത് നോൺ മെൻഡീലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മെൻഡീലിയൻ പ്രിൻസിപ്പിൾസിൽ നിന്നും ഉണ്ടായിട്ടുള്ള കുറച്ച് ഡീവിയേഷൻസ് ആണ്, വ്യതിയാനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് മെൻഡീലിയൻ പ്രിൻസിപ്പിൾസിന്റെ ഡീവിയേഷൻസ് എന്ന് നോക്കാം. ഒരിക്കൽ കൂടി പറയാം, ഇതിൽ വന്നിട്ടുള്ളത് ഏതൊക്കെയായിരുന്നു? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, ദെൻ കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്, പ്ലിയോട്രോപ്പി, പോളിജനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് ലിങ്കേജ്. ഓക്കെ, ഇനി നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ സ്റ്റഡീസ് നടത്തിയ സയന്റിസ്റ്റ് ആണ് കാൾ കോറൻസ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ സ്റ്റഡീസ് നടത്തിയ സയന്റിസ്റ്റ് ആണ് കാൾ കോറൻസ്. കംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു, കംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് അല്ലെ. കംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയത് ആരായിരുന്നു? ഗ്രിഗർ മെന്റൽ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ചാണ്. അപ്പോൾ എന്തായിരുന്നു കംപ്ലീറ്റ് ഡോമിനൻസ്? കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹെറ്റിറോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ. ഹെറ്റിറോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇതൊരു ഹെറ്റിറോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് അല്ലേ. ഇൻ എ ഹെറ്റിറോസൈഗസ് കണ്ടീഷൻ one member of the pair dominates the other. Okay, in a heterozygous condition one member of the pair dominates the other. അതായത് ഇങ്ങനെയുള്ള ഒരു പെയറിൽ, ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ ഒരു മെമ്പർ തൊട്ടടുത്തുള്ള മെമ്പറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടിയെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ക്യാപിറ്റൽ ടി എന്ന് പറയുമ്പോൾ ടോൾ ആണ് അല്ലേ. ഈ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇവിടെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ഡ്വാർഫ് ആണ്, അത് റെസസീവ് ആണ്. റെസസീവ് എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്ത് നിൽക്കുക, ആ ഒരു ക്യാരക്ടർ അതിൽ എക്സ്പ്രസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഒരു മെമ്പർ തൊട്ടടുത്തുള്ള മെമ്പറിനെ ഡോമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഏതെങ്കിലും ഒരു മെമ്പറിൻ്റെ ക്യാരക്ടർ മാത്രമായിരിക്കും എക്സ്പ്രസ് ചെയ്യാം. ഈ ഒരു കണ്ടീഷനിൽ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് കംപ്ലീറ്റ് ഡോമിനൻസ്. അപ്പോൾ നമുക്കിനി ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് നോക്കാം. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് കാൾ കോറൻസ് ആണ്. കാൾ കോറൻസ് ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനെ കുറിച്ച് സ്റ്റഡീസ് നടത്തിയത്. ഇദ്ദേഹം ഫ്ലവർ കളറിന്റെ ഇൻഹെറിറ്റൻസ് ആണ് സ്റ്റഡി ചെയ്തത്. ഓക്കെ, ഫ്ലവർ കളറിന്റെ ഇൻഹെറിറ്റൻസ് ആണ് ഇദ്ദേഹം സ്റ്റഡി ചെയ്തത്. അതായത് ഫ്ലവർ കളർ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഫ്ലവർ കളർ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം പഠനങ്ങൾ നടത്തിയത്. അപ്പോൾ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് കാൾ കോറൻസ് ചൂസ് ചെയ്തത് 2 പ്ലാന്റ്സ് ആയിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് സ്നാപ് ഡ്രാഗൺ and second one is Mirabilis jalapa. Okay, 2 plants ആണ് ഇവിടെ യൂസ് ചെയ്തത്. ഫസ്റ്റ് വൺ ഈസ് സ്നാപ് ഡ്രാഗൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് മിറാബിലസ് ജലാപ്പ. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു എക്സ്പെരിമെന്റൽ മെറ്റീരിയലിന്റെ പേര് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 2 എക്സ്പെരിമെന്റൽ മെറ്റീരിയൽസ് ആണ് കാൾ കോറൻസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൽ സ്റ്റഡീസ് നടത്താനായിട്ട് ഉപയോഗിച്ചത്. ഏതൊക്കെയാണ്? സ്നാപ് ഡ്രാഗൺ ആൻഡ് മിറാബിലസ് ജലാപ്പ. ഇവിടെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിന് പറയുന്ന ഈ ഒരു എക്സ്പെരിമെന്റൽ മെറ്റീരിയൽസിന് പറയുന്ന മറ്റു ചില പേരുകൾ കൂടി ഉണ്ട്, അതും കൂടി പഠിക്കണം, അതും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്നാപ് ഡ്രാഗൺ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോഗ് ഫ്ലവർ എന്നുകൂടി ഈ ഒരു സ്നാപ് ഡ്രാഗണിനെ പറയാറുണ്ട്. ഇതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ആന്റിറൈനം.
ആന്റിറൈനം സ്പീഷ്യസിലാണ് സ്നാപ് ഡ്രാഗൺ വരുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മിറാബിലിസ് ജലാപ്പ. ഫോറോക്ലോക്ക് പ്ലാന്റ് എന്ന കോമൺ നെയിം ആയിട്ട് നമുക്ക് പറയാം. 4 മണി പൂവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ 2 ചെടികളാണ് ഇവിടെ എക്സ്പെരിമെന്റൽ മെറ്റീരിയൽ ആയിട്ട് ചൂസ് ചെയ്തത്, സ്നാപ് ഡ്രാഗൺ ആൻഡ് മിറാബിലിസ് ജലാപ്പ. കാൾ കോറൻസ് നടത്തിയ എക്സ്പെരിമെന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇദ്ദേഹം ഇവിടെ സെലക്ട് ചെയ്തത് പ്ലാന്റിന്റെ പേര് സ്നാപ് ഡ്രാഗൺ ആണ്. സ്നാപ് ഡ്രാഗണിലെ തന്നെ പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റി ആയിരുന്നു ഇദ്ദേഹം ഇവിടെ സെലക്ട് ചെയ്തത്. പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, കാൾ കോറൻസ് ഇവിടെ സെലക്ട് ചെയ്തത് സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന വെറൈറ്റി ആണ്. സ്നാപ് ഡ്രാഗൺ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഡോഗ് ഫ്ലവർ അല്ലേ, ആന്റിറൈനം എന്ന് പറയും. ഓക്കെ, ഈ ഒരു പ്ലാന്റ് ആണ് ഇദ്ദേഹം സെലക്ട് ചെയ്തത്. ഇതിൽ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഒരു പ്ലാന്റിന്റെ ട്രൂ ബ്രീഡിംഗ് വെറൈറ്റി ആണ് സെലക്ട് ചെയ്തത്. ട്രൂ ബ്രീഡിംഗ് വെറൈറ്റിയിൽ 2 ഫ്ലവർ കളേഴ്സ് വരുന്ന പ്ലാന്റ്സ് സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ നേരത്തെ ഗ്രിഗർമെന്റില് പിസം സെറ്റൈവം സെലക്ട് ചെയ്തപ്പോൾ 2 ഫ്ലവേഴ്സിന്റെ കളർ അദ്ദേഹം സെലക്ട് ചെയ്തിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇവിടെ കാൾ കോറൻസും എന്ത് ചെയ്തു, സ്നാപ് ഡ്രാഗണിന്റെ 2 കളറുള്ള ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തു. ഏതൊക്കെയായിരുന്നു? റെഡ് കളറുള്ള പൂക്കൾ വരുന്ന പ്ലാന്റിനെയും സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്ന വെള്ള പൂക്കളുള്ള സ്നാപ് ഡ്രാഗണിനെയും ഇദ്ദേഹം സെലക്ട് ചെയ്തു. ഈ സെലക്ട് ചെയ്ത പ്ലാന്റ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ഇൻ പ്യുവർ ലൈൻ ഓർ പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആയിരുന്നു ഇദ്ദേഹം സെലക്ട് ചെയ്തത്. അപ്പോൾ പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കും അല്ലേ? ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സ്നാപ് ഡ്രാഗൺ റെഡ് ഫ്ലവർ അല്ലേ? ഹോമോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പ്യുവർ ലൈൻ ആണ്, അതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ആർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ വൈറ്റ് ഫ്ലവറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ തന്നെ സ്മോൾ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക. സ്മോൾ ആർ എന്ന് എഴുതും. ഓക്കെ, ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്, അതുകൊണ്ടാണ് സ്മോൾ ആർ എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ആർ ഇവിടെ സ്മോൾ ആർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് എഴുതാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ്, അഥവാ ഹോമോസൈഗസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം? ഇതിന്റെ ഗ്യാമീറ്റ് എഴുതണം. എങ്ങനെ എഴുതും? ഗ്യാമീറ്റ് ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് എഴുതി, ദെൻ ഇവിടെ നമ്മൾ സ്മോൾ ആർ എന്ന് എഴുതി. ഇനി നമ്മൾ ഇതിന്റെ F1 ജനറേഷൻ ആണ് എഴുതാൻ പോകുന്നത്. F1 ജനറേഷൻ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് F1 ജനറേഷൻ ക്രോസ് ചെയ്തപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് കിട്ടി. ഓക്കെ, ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വരുമ്പോൾ ഇത് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് കംപ്ലീറ്റ് ഡോമിനൻസിന്റെ കാര്യമായിരുന്നു അല്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? റെഡ് ആയിരിക്കും അല്ലേ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ റെഡ് ഫ്ലവർ ആയിരിക്കും. എന്നാൽ ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ആണ്, ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ കാൾ കോറൻസ് കണ്ടത് F1 ജനറേഷനിൽ ഉണ്ടായ പൂവിന്റെ നിറം എന്ന് പറയുന്നത് പിങ്ക് ആയിരുന്നു. ഓക്കെ, ഇതിൽ രണ്ടിലും ഇല്ലാത്ത ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളർ, പുതിയൊരു പിങ്ക് കളറാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ചെടിയിൽ നടത്തിയ സ്റ്റഡീസിൽ നിന്നും കാൾ കോറൻസ് പറഞ്ഞു കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ല. ഓക്കെ, യൂണിവേഴ്സൽ ആണെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും അത് എങ്ങനെ ആയിരിക്കണം? കംപ്ലീറ്റ് ഡോമിനൻസ് കറക്റ്റ് ആയിരിക്കണം. എന്നാൽ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ അല്ല, അത് എല്ലാ കാര്യങ്ങളിലും അത് കറക്റ്റ് ആവണമെന്നില്ല, എല്ലാ സിറ്റുവേഷൻസിലും കറക്റ്റ് ആവണമെന്നില്ല എന്ന് ഇദ്ദേഹം പറഞ്ഞു, കാൾ കോറൻസ് പറഞ്ഞു. കാരണം ഇവിടെ റെഡ് അല്ല വന്നത്, ഈ ഒരു കളർ, ഈ ഒരു F1 ജനറേഷനിൽ റെഡ് കളറുള്ള ഫ്ലവർ അല്ല വന്നത്, അതിന് പകരം പിങ്ക് എന്ന് പറയുന്ന
പുതിയ ഒരു കളറാണ് വന്നത്. ഇനി നമുക്ക് F2 ജനറേഷൻ എങ്ങനെയാ വരിക നോക്കാം. F2 ജനറേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാ ചെയ്തിരുന്നത്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ്, ഇതിനോട് തന്നെ ക്രോസ് ചെയ്യായിരുന്നു അല്ലേ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അപ്പോൾ ഇതിന്റെ ഗാമീറ്റ്സ് എഴുതാം. ഗാമീറ്റ്സ് എങ്ങനെയാ വരിക? ക്യാപിറ്റൽ ആർ വരും, ദെൻ സ്മോൾ ആർ വരും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന ഗാമീറ്റ്സ് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാം. ക്യാപിറ്റൽ ആർ എന്ന് വരും, ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വരും. ഈ സ്മോൾ ആറും ഈ ക്യാപിറ്റൽ ആറും അപ്പൊ എങ്ങനെ വരും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, ദെൻ ഈ സ്മോൾ ആറും സ്മോൾ ആർ എന്ന് വരും. അപ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവര് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണാം, അപ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ക്രോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടേഴ്സ് എഴുതാം. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് റെഡ് ആണ് അല്ലേ? റെഡ് ആണ്. ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്തായിരുന്നു? നമ്മൾ ഇവിടെ പറഞ്ഞു, ഇദ്ദേഹം ഇവിടെ കണ്ടത് പിങ്ക് എന്ന് പറയുന്ന കളറാണ്, റെഡ് അല്ല. റെഡ് ആയിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ഡോമിനൻസ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ഡീവിയേഷൻ വന്നു. ഇദ്ദേഹം ഇവിടെ ഒബ്സർവ് ചെയ്തത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് എന്ന് പറയുന്ന കളറാണ് ഇദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് ഇവിടെ ഒബ്സർവ് ചെയ്തത്. അപ്പൊ നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നുള്ളതിനെ നമുക്ക് എന്തെഴുതാം? പിങ്ക് എന്ന് എഴുതാം. പിങ്ക്. ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, പിങ്ക് ആണ്. ദെൻ ഇവിടെ ലാസ്റ്റ് വൺ സ്മോൾ ആർ എന്ന് വന്നിട്ടുണ്ട്. സ്മോൾ ആർ എന്താണെന്ന് നമുക്കറിയാം, വൈറ്റ് ഫ്ലവർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പൊ ഇവിടെ സ്മോൾ ആർ നമ്മൾ എന്തെഴുതും? വൈറ്റ് എന്ന് എഴുതും, വൈറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു റെഡ് കളർ വന്നു, രണ്ട് പിങ്ക് കളർ വന്നു, ഒരു വൈറ്റ് കളറും വന്നു. അപ്പോൾ ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണെന്ന് നോക്കാം. ഇവിടെ ഫീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ എഴുതുമ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ ഇറ്റ് ഈസ് റെഡ് എത്രണ്ണം വന്നു? ഒരെണ്ണാണ് വന്നിട്ടുള്ളത് അല്ലേ? 1:2. പിങ്ക് രണ്ട് പിങ്ക് വന്നിട്ടുണ്ട്. 2:2. ഇവിടെ ലാസ്റ്റ് ഒരു വൈറ്റ് ആണ് വന്നിട്ടുള്ളത്. വൈറ്റ് ഒരെണ്ണാണ് വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ 1:2:1. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് ഈ ക്യാരക്ടേഴ്സിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ ഇവിടെ എടുത്തെഴുതി. ഇതൊരു മോണോഹൈബ്രിഡ് ക്രോസ് ആണ്. അതിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ 1:2:1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കറിയാം ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയതുകൊണ്ടാണ് ഇവിടെ 1:2:1 എന്ന് കിട്ടിയത്. ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നെങ്കിൽ മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, 3:1 ആയിരുന്നു. എന്നാൽ ഇവിടെ ഡീവിയേഷൻ വന്നു. ഇവിടെ ഈ ഒരു മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ത് വന്നു? 1:2:1 എന്ന് വന്നു. ഇനി നമുക്ക് ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ കൂടി ഒന്ന് എഴുതിയാലോ? ജീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, ജീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയാ വരിക നോക്കാം. ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ആർ എത്ര എണ്ണം വന്നു? ഇതിൽ നോക്കൂ, ക്യാപിറ്റൽ ആർ ഇവിടെ ആകെ ഒരെണ്ണാണ് വന്നിട്ടുള്ളത് അല്ലേ? 1. ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എത്ര എണ്ണം വന്നു നോക്കുക? 2 എണ്ണാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 2. ദെൻ അടുത്തത് സ്മോൾ ആർ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ആകെ ഒരെണ്ണാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫീനോട്ടിപ്പിക് റേഷ്യോയും അതുപോലെ തന്നെ ജീനോട്ടിപ്പിക് റേഷ്യോയും സെയിം ആണ്. ഓക്കെ, 1:2:1 അതുപോലെ തന്നെയാണ് ഇവിടെ ജീനോട്ടിപ്പിക് റേഷ്യോയും 1:2:1 എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ കഴിഞ്ഞ റിഗർമെന്റൽ നടത്തിയ മോണോഹൈബ്രിഡ് ക്രോസിലൊക്കെ ഇത് എങ്ങനെയായിരുന്നു വന്നിരുന്നത്? മോണോഹൈബ്രിഡ് ക്രോസിന്റെ ഫിനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആയതുകൊണ്ട് ഇവിടെ റേഷ്യോ എല്ലാം ഡീവിയേറ്റ് ചെയ്തു. നോർമലി നമ്മൾ കംപ്ലീറ്റ് ഡോമിനൻസിന്റെ കേസിൽ പറഞ്ഞ പോലെയല്ല ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് നോക്കാം. അതായത് റെഡ് കളറിനെ വൈറ്റ് കളറുമായിട്ട് ക്രോസ് ചെയ്തു. ഇവിടെ പാരന്റൽ ക്യാരക്ടർ ഒന്നും വന്നില്ല, അതിന് പകരം ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വന്നത് അല്ലേ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് വന്നു, അത് പിങ്ക് കളറായി. അപ്പൊ ഇവിടുന്ന് എന്താ മനസ്സിലാക്കണ്ടേ? ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഓവർ സ്മോൾ ആർ.
അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നില്ല. ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഓവർ സ്മോൾ ആർ. ക്യാപിറ്റൽ ആർ ഇൻകംപ്ലീറ്റ് ആയിട്ട് മാത്രമാണ് സ്മോൾ ആറിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇന്റർമീഡിയറ്റ് കളറായ പിങ്ക് എന്ന് പറയുന്ന പാരന്റൽ ക്യാരക്ടേഴ്സിൽ കാണിക്കാത്ത ഒരു പുതിയ കളറ് ഇവിടെ വന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും പാർഷ്യലി എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, ക്യാപിറ്റൽ ആറും സ്മോൾ ആറും പാർഷ്യലി എക്സ്പ്രസ് ചെയ്തു. ഒരു ക്യാരക്ടറും കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എക്സ്പ്രസ് ചെയ്തില്ല. ഇതിന് പകരമായിട്ട് ഒരു ഇന്റർമീഡിയറ്റ് കളറായിട്ടുള്ള പിങ്ക് എന്ന് പറയുന്ന കളറാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തത്. ഒരിക്കൽ കൂടി പറയാം, ക്യാപിറ്റൽ ആർ ഈസ് ഇൻകംപ്ലീറ്റ്ലി ഡോമിനേറ്റ് ഓവർ സ്മോൾ ആർ. ഇൻകംപ്ലീറ്റ് ആയിട്ട് മാത്രമാണ് ഇവിടെ ഡോമിനേറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു ഇന്റർമീഡിയറ്റ് കളറായിട്ടുള്ള പിങ്ക് കളറ് വന്നത്. ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്നും കാൾ കോറൻസ് കൺക്ലൂഡ് ചെയ്തു, ഗ്രിഗർ മെന്റൽ നടത്തിയ ആ ഒരു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത് എല്ലാ കേസിലും കറക്റ്റ് ആവണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് യൂണിവേഴ്സൽ. ഈ ഒരു എക്സ്പെരിമെന്റിൽ സ്നാപ്ഡ്രാഗൺ ആണ് യൂസ് ചെയ്തത്. ഇതേ എക്സ്പെരിമെന്റ് തന്നെ ഇതുപോലെ തന്നെ മിറാബിലിസ് ജലാപ്പ എന്ന് പറയുന്ന പ്ലാന്റിലും ഇദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തി. അപ്പോഴും പാരന്റൽ ക്യാരക്ടേഴ്സിൽ ഇല്ലാത്ത ഒരു പുതിയ നിറം, അതായത് പിങ്ക് എന്ന് പറയുന്ന ഫ്ലവർ കളർ അവിടെ വന്നു, F1 ജനറേഷനിൽ ഫോം ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. സ്നാപ്ഡ്രാഗൺ, ആന്റിറൈനം ആൻഡ് മിറാബിലിസ് ജലാപ്പ. ഈ രണ്ട് പ്ലാന്റ്സിന്റെ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. അതിന് പറയുന്ന ഡിഫറെന്റ് നെയിംസും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് സ്നാപ്ഡ്രാഗണിൽ റെഡ് കളറുള്ള ഫ്ലവറിനെ വൈറ്റ് കളർ ഫ്ലവറുമായിട്ട് ക്രോസ് ചെയ്തു. F1 ജനറേഷനിൽ പുതിയ ഒരു കളർ, അതായത് പിങ്ക് എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് കിട്ടിയത്. ഓക്കെ, ഇതേ എക്സ്പെരിമെന്റ് തന്നെ കോറൻസ് മറ്റൊരു പ്ലാന്റ് യൂസ് ചെയ്ത് ചെയ്യുകയാണ്. പ്ലാന്റിന്റെ പേര് മിറാബിലിസ് ജലാപ്പ. അതായത് സ്നാപ്ഡ്രാഗണിൽ ചെയ്ത അതേ എക്സ്പെരിമെന്റ് തന്നെയാണ് മിറാബിലിസ് ജലാപ്പ എന്ന് പറയുന്ന 4 o'clock പ്ലാന്റിലും ഇദ്ദേഹം ചെയ്യുന്നത്. അതിന്റെ എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോഴും F1 ജനറേഷനിൽ ഇതുപോലെ തന്നെ പാരന്റൽ ക്യാരക്ടേഴ്സിൽ കാണാത്ത, അതായത് റെഡോ വൈറ്റോ അല്ലാത്ത പുതിയൊരു പിങ്ക് എന്ന് പറയുന്ന കളറ് ഒബ്സർവ് ചെയ്തു. ഇനി നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാർ സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. അതായത് പീ പ്ലാന്റിലെ സ്റ്റാർച്ചിന്റെ സിന്തസിസ്, പീ പ്ലാന്റിലെ അന്നജത്തിന്റെ സിന്തസിസ്. ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിനൊരു എക്സാമ്പിൾ ആണ്. ഈ ഒരു സ്റ്റാർ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ പീ പ്ലാന്റിൽ പ്രസന്റ് ആണ്. സ്റ്റാർ സിന്തസിസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പെർട്ടിക്കുലർ ജീന് ഈ ഒരു പീ പ്ലാന്റിൽ പ്രസന്റ് ആണ്. ആ ഒരു ജീനിന്റെ 2 അലീൽസ് ആണ് ക്യാപിറ്റൽ ബി ആൻഡ് സ്മോൾ ബി. ഒരിക്കൽ കൂടി പറയാം, capital B and small b are 2 alleles of a gene which controls the starch synthesis in pea plant. Pea plant-ൽ സ്റ്റാർ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ജീൻ പ്രസന്റ് ആണ്. ആ ജീനിന്റെ 2 അലീൽസ് ആണ് ക്യാപിറ്റൽ ബിയും സ്മോൾ ബിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർച്ച് ഗ്രെയിൻസ് കുറച്ച് വലിയ സ്റ്റാർച്ചിന്റെ ഗ്രെയിൻസ് ആണെങ്കിൽ അതിനെ നമുക്ക് ക്യാപിറ്റൽ ബി എന്ന് എഴുതാം. ഓക്കെ, സ്മോൾ ബി ആണെങ്കിൽ സ്മോൾ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. സ്മോൾ ബി ആണെങ്കിൽ വളരെ ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിൽ ശരിക്കും നമ്മൾ കംപ്ലീറ്റ് ഡോമിനൻസിൽ പറഞ്ഞ ആ ഒരു അവസ്ഥയിലാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രിഗർ മെന്റൽ നടത്തിയ സ്റ്റഡീസിലുള്ള കംപ്ലീറ്റ് ഡോമിനൻസ് ആണെങ്കിൽ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണെങ്കിലും നമ്മൾ എന്തായിരുന്നു എഴുതിയിരുന്നത്? ക്യാപിറ്റൽ ബി ആണ് ഇവിടെ വന്നത്. അപ്പോൾ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിൻസ് എന്ന് എഴുതിയിരുന്നു അല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഓക്കെ, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. അതായത് ഈ 2 ക്യാരക്ടറും അല്ല വന്നത്, ഇതിന്റെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൈസ്, വളരെ വലിയ സ്റ്റാർച്ച് ഗ്രെയിൻസും അല്ല, എന്നാൽ നല്ലോണം ചെറിയ സ്റ്റാർച്ച് ഗ്രെയിൻസും അല്ല. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് സൈസ്ഡ് സ്റ്റാർച്ച് ഗ്രെയിൻസ് ആണ് ഇവിടെ ഒബ്സർവ് ചെയ്തത്. ഓക്കെ, അതായത് ക്യാപിറ്റൽ ബി ഈസ് പാർഷ്യലി ഡോമിനേറ്റ് ഓവർ സ്മോൾ ബി. ക്യാപിറ്റൽ ബി ഈസ് പാർഷ്യലി ഡോമിനേറ്റ് ഓവർ സ്മോൾ ബി.
അതുകൊണ്ട് തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആണ് ഇവിടെ ഒബ്സർവ് ചെയ്തത്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഫ്ലവർ കളർ അല്ലേ, അതായത് ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ സ്നാപ് ഡ്രാഗൺ, ദെൻ ഇൻഹെറിറ്റൻസ് ഓഫ് ഫ്ലവർ കളർ ഇൻ മിറാബിലസ് ജലാപ്പ, ദെൻ സ്റ്റാർച്ച് സിന്തസിസ് ഇൻ പീ പ്ലാന്റ്. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രോസ് ആണ്. അതായത് സ്നാപ് ഡ്രാഗൺ വൈറ്റ് ഫ്ലവറും അതുപോലെ തന്നെ സ്നാപ് ഡ്രാഗൺ റെഡ് ഫ്ലവറും തമ്മിലുള്ള ക്രോസ് ചോദിക്കാറുണ്ട്. എന്നിട്ട് അതിൽ ഒബ്സർവ് ചെയ്ത അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള F1 ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ഫ്ലവറിന്റെ കളർ ഏതാണെന്ന് ഉള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ക്രോസ് ഈ ഒരു എക്സാമ്പിൾസ് വെച്ചിട്ട് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ക്രോസ് എഴുതാൻ പഠിക്കണം. ദെൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ ആൻഡ് ജീനോട്ടിപ്പിക് റേഷ്യോ. രണ്ടും സെയിം ആണ്, നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോയും ഒന്ന് തന്നെയാണ്, 1:2:1. അപ്പോൾ ഈ ഒരു റേഷ്യോ കൂടി പഠിച്ചു വെക്കുക. ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന് സെമി ഡോമിനൻസ് അഥവാ പാർഷ്യൽ ഡോമിനൻസ് എന്നുകൂടി പറയാറുണ്ട്. ദ നെക്സ്റ്റ് ഈസ് കോഡോമിനൻസ്. കോഡോമിനൻസ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു. റിഗർമെന്റിൽ നടത്തിയ സ്റ്റഡീസിൽ കണ്ടിരുന്നത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. ഇപ്പൊ നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോഡോമിനൻസിനെ കുറിച്ചാണ്. കോഡോമിനൻസിന് എക്സാമ്പിൾ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പ്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്ന, അതായത് നമുക്കറിയാം ഹ്യൂമൻ ബീയിങ്സിൽ A ഗ്രൂപ്പ് ഉണ്ട്, B ഗ്രൂപ്പ് ഉണ്ട്, AB ഉണ്ട്, O ഗ്രൂപ്പും ഉണ്ട് അല്ലേ. അപ്പൊ ഇത്രയും ബ്ലഡ് ഗ്രൂപ്പ്സ് ഹ്യൂമൻ ബീയിങ്സിൽ കാണുന്നുണ്ട്. ഇതിനെയാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കോഡോമിനൻസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ പല ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഹ്യൂമൻ ബീയിങ്സിൽ പ്രസന്റ് ആണ്. ഓക്കെ, ഹ്യൂമൻ ബീയിങ്സിൽ ബ്ലഡ് ഗ്രൂപ്പ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ പ്രസന്റ് ആണ്. ആ ഒരു ജീനിനെ നമുക്ക് ഐ ജീൻ എന്ന് പറയാം. ഐ ജീൻ കൺട്രോൾസ് ദി ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഐ ജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ഓക്കെ, ഐ ജീൻ കൺട്രോൾസ് ദി ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഈ ഒരു ഐ ജീൻ ആണ് ഹ്യൂമൻ ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. നോർമലി നമുക്കറിയാം ഒരു ജീനിന് 2 അലീൽസ് ആണുള്ളത് അല്ലെ. ഇത്രയും നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞ ഏതൊരു ജീനിനെ പറ്റി പറയുകയാണെങ്കിലും അതിന്റെ 2 അലീൽസ് ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇവിടെ 2ൽ കൂടുതൽ അലീൽസ് ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗിൽ അല്ലെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഐ ജീനിന് ഉള്ളത്. ഒരിക്കൽ കൂടി പറയാം. ഇവിടെ ഐ ജീൻ എന്ന് പറയുന്ന ജീനിന് 2ൽ കൂടുതൽ അലീൽസ് ഉണ്ട്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്ന കേസിലൊക്കെ 2 അലീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. ഒരു ജീനിന് 2 അലീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ഐ ജീനിന് 3 അലീൽസ് ഉണ്ട്. അതായത് 2ൽ കൂടുതൽ അലീൽസ് ഉണ്ട്. ഇങ്ങനെ 2ൽ കൂടുതൽ അലീൽസ് വരുന്നതിനാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. ഇങ്ങനെ 2ൽ കൂടുതൽ അലീൽസ് വരുന്നതിനെയാണ് മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. 2ൽ കൂടുതൽ അലീൽസ് വന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ 3 അലീൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് അലീൽസ്? IA, IB, I. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. IA എന്ന് എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം. ദെൻ IB സ്മോൾ I. ഇങ്ങനെ 3 അലീൽസ് ആണ് ഐ ജീനിന് ഉള്ളത്. അപ്പോൾ ഓരോ അലീൽസിലും ഓരോ പ്രത്യേക ഷുഗേഴ്സ് പ്രസന്റ് ആണ്. ഓക്കെ, ആദ്യത്തെ IA എന്ന് പറയുന്ന അലീലില് ഷുഗർ A പ്രസന്റ് ആണ്. ഓക്കെ, ഒരു പ്രത്യേക ഷുഗർ പ്രസന്റ് ആണ്. ഈ ഷുഗർ കാണുന്നത് RBCക്ക് ചുറ്റുമാണ്. RBCക്ക് ചുറ്റും, RBCയുടെ ചുറ്റുമായിട്ടാണ് ഈ ഷുഗർ കാണുന്നത്. ഒന്ന് കുറച്ച് പുറത്തേക്ക് ഒന്ന് തള്ളി നിൽക്കും. IB എന്ന് പറയുന്ന അലീലില് ഷുഗർ B പ്രസന്റ് ആണ്. അതായത് ഈ ഒരു ഷുഗറിനേക്കാളും കുറച്ചുകൂടി മാറ്റങ്ങളുള്ള മറ്റൊരു ഷുഗർ പോളിമർ പ്രസന്റ് ആണ്.
അതിനെ നമുക്ക് ഷുഗർ ബി എന്ന് പറയാം. ഇത് കാണുന്നത് RBCയുടെ ചുറ്റുമാണ് അല്ലേ. അപ്പോൾ ഷുഗർ ബി എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്? RBCയുടെ ചുറ്റും കാണുന്നു. RBCയുടെ ചുറ്റുമായിട്ട് കാണുന്നു. ഓക്കെ, RBCയുടെ ചുറ്റുമായിട്ട് വേറെ ഒരു ടൈപ്പ് ഷുഗർ കാണുന്നു. അതിനെ നമുക്ക് ഷുഗർ ബി എന്ന് പറയാം. ദെൻ ഈ ഒരു കേസിൽ സ്മോൾ ഐ ഇവിടെ ഷുഗർ ആബ്സെന്റ് ആണ്. അതായത് RBCയുടെ ചുറ്റും ഒരു ഷുഗറും ഇവിടെ കാണില്ല. RBCയുടെ ചുറ്റും ഷുഗർ കാണില്ല. ഒരിക്കൽ കൂടി പറയാം, ഐ ജീൻ ആണ് ബ്ലഡ് ഗ്രൂപ്പിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ. ഐ ജീനിന് 3 അലീൽസ് ഉണ്ട്, IA, IB, സ്മോൾ ഐ. അടുത്തതായിട്ട് പറയുന്നത് ഓരോ അലീൽസിലും കാണുന്ന ഷുഗേഴ്സ് ഏതൊക്കെയാണെന്നാണ്. IA എന്ന് പറയുന്ന അലീലില് കാണുന്ന ഷുഗർ, IA എന്ന് പറയുന്ന അലീലില് കാണുന്ന ഷുഗർ A ആണ്. ദെൻ IB എന്ന് പറയുന്ന അലീലില് ഷുഗർ B, സ്മോൾ ഐയില് ഷുഗർ ഒന്നും കാണുന്നില്ല. ഈ ഷുഗർ എവിടെയാണ് കാണുന്നതെന്ന് പറഞ്ഞു? RBCയുടെ ചുറ്റും ആയിട്ടാണ് ഷുഗർ പോളിമേഴ്സ് കാണുന്നത്. സോ വി നോ ദാറ്റ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ കോഡോമിനൻസ്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഐ ജീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അലീൽസിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൽ നിന്നും ബ്ലഡ് ഗ്രൂപ്പ്സിന്റെ ജീനോടൈപ്സ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണുള്ളത്. ABO അല്ലേ. അപ്പൊ ഇതാണ് ഫീനോടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫീനോടൈപ്സ് എന്ന് പറയുന്നത് ABO. ഇനി ഓരോന്നിന്റെയും ജീനോടൈപ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം. ബ്ലഡ് ഗ്രൂപ്പ് A എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയൊക്കെ വരാം? IA. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? A ആണ്. ഓക്കെ, ഇനി മറ്റൊരു രീതിയിലും വരാം. IA സ്മോൾ ഐ. ഇവിടെ IA സ്മോൾ ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ്? ഷുഗർ A വന്നു. ദെൻ I എന്ന് പറഞ്ഞാൽ ഇവിടെ ഷുഗർ എയും ഇല്ല ബിയും ഇല്ല അല്ലേ, രണ്ടും ആബ്സെന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഐ എന്നുള്ളത് ഇവിടെ സപ്രസ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ റെസസീവ് ആയിട്ട് നിൽക്കും. ഓക്കെ, ഇവിടെ ഡോമിനന്റ് ആയിട്ട് കാണാം IA ആണ്. അപ്പോൾ A ഉള്ളത് കൊണ്ട് ഇത് ഏതായിരിക്കും? ഷുഗർ A എന്ന് പറയുന്ന പോളിമർ ഇവിടെ ഉള്ളത് കൊണ്ട് ഇത് ബ്ലഡ് ഗ്രൂപ്പ് A ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് എഴുതി നോക്കാം. B എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്സ് ഒന്ന് എഴുതി നോക്കാം. IB. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏതാണ്? ബ്ലഡ് ഗ്രൂപ്പ് B ആണ്. ദെൻ IB എന്ന് വന്നാലും ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? B തന്നെ ആയിരിക്കും. കാരണം ഇവിടെ IB ആണല്ലേ. ഈ സ്മോൾ ഐ ഇവിടെ റെസസീവ് ആണ്. കാരണം എന്താ? ഇവിടെ 2 ഷുഗറും ഇല്ല, ഷുഗർ എയും ബിയും ഇല്ല. അപ്പോൾ ഇവിടെ IB എന്ന് പറയുമ്പോൾ B എന്ന് പറയുന്ന ഷുഗർ പോളിമർ ആയിരിക്കും ഇവിടെ ഡോമിനന്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ B എന്ന് പറയുന്ന ഷുഗർ പോളിമർ ഉണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്? B ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത നോക്കാം. AB എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും വരിക? IB. ഇങ്ങനെ ഒരു ജീനോടൈപ്പ് മാത്രമായിരിക്കും ഇവിടെ വരിക. ഓക്കെ, IB എന്നുള്ള ഒരു ജീനോടൈപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത്. ദെൻ O ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? 2 ഷുഗറും ഇല്ല അല്ലെ, എയും ബിയും ഇല്ല. അപ്പോൾ ഇവിടെ ജീനോടൈപ്പ് സ്മോൾ ഐ എന്നായിരിക്കും ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്, ആദ്യം ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ശ്രദ്ധിക്കാം. ഇവിടെ വന്നപ്പോൾ ഡോമിനന്റ് ആയിട്ടുള്ളത് IA തന്നെയാണ്. അത് നമ്മൾ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരെണ്ണം ഒന്നിനെ സപ്രസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും അല്ലേ. IA ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും, സ്മോൾ ഐ റിസസീവ് ആവും. ഇതെന്തിന് ഉദാഹരണമാണ്? കംപ്ലീറ്റ് ഡോമിനൻസിന് എക്സാമ്പിൾ ആണ് അല്ലേ. ഇത് ഇവിടെ നടന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. IA കംപ്ലീറ്റ് ആയിട്ട് സ്മോൾ ഐക്ക് ഡോമിനന്റ് ആയി നിന്നു. അപ്പോൾ ഇവിടെ ഏത് ഗ്രൂപ്പ് വന്നു? A എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് വന്നു. ഇനി അടുത്ത കേസ് ഒന്ന് നോക്കാം. IB. ഇവിടെ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ അല്ലേ, രണ്ടും സെയിം അല്ലേ. അപ്പോൾ ഇവിടെ ഷുഗർ പോളിമർ B ആണ്, അതുകൊണ്ട് ഇത് ബ്ലഡ് ഗ്രൂപ്പ് B എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ IB സ്മോൾ ഐ ഇവിടെ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പോൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷനിൽ IB സ്മോൾ ഐയെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്.
അങ്ങനെ IB എന്ന് പറയുന്നത് ഡോമിനേറ്റ് ചെയ്ത് നിന്നു. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് B എന്ന് പറയുന്ന ഒരു ഫിനോടൈപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദെൻ അടുത്ത കേസ് നോക്കാം, AB. ഇവിടെ IB എന്നാണ് വന്നിട്ടുള്ളത്. കാരണം എന്താ, 2 ഷുഗറും ഉണ്ട് അല്ലേ. AB എന്ന് പറയുമ്പോൾ 2 ഷുഗർ പോളിമറും ഇതിൽ ഡോമിനന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ IAയും IBയും 2 അലീൽസും ഒരുമിച്ച് ഒരേപോലെ ഡോമിനന്റ് ആയി നിൽക്കുകയാണ്. ഓക്കെ, ഇതാണ് കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് 2 അലീലും ഒരേ സമയം ഡോമിനന്റ് ആയി നിൽക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബ്ലഡ് ഗ്രൂപ്പിന്റെ 3 അലീൽസ് ഏതൊക്കെയായിരുന്നു, IA, IB, സ്മോൾ I അല്ലേ. അതിൽ ഇവിടെ 2 അലീൽസ് IAയും IBയും ഒരുപോലെ ഡോമിനന്റ് ആയിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് ബ്ലഡ് ഗ്രൂപ്പ് AB വന്നു. ഇതാണ് കോഡോമിനൻസ്. 2 അലീൽസും ഒരേ സമയം എക്സ്പ്രസ് ചെയ്യാണ്. ദെൻ ഇവിടെ O ഗ്രൂപ്പ് ആകുമ്പോൾ II എന്നുള്ള ജീനോടൈപ്പാണ് വരിക. നമുക്ക് ആദ്യം അറിയാം O ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ അതിന്റെ അലീൽ സ്മോൾ I ആണ്. അപ്പോൾ ജീനോടൈപ്പ് എഴുതുമ്പോൾ സ്മോൾ I എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കണ്ടീഷനിൽ വന്നിട്ടുള്ളത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ 2 വന്നിട്ടുള്ളത്. സോ ഒരെണ്ണം ഒന്നിനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. എന്നാൽ ഇവിടെ 2 അലീലും ഒരേ സമയം ഡോമിനന്റ് ആയി നിൽക്കുകയാണ്. 2 അലീലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കോഡോമിനൻസ് എന്ന് ഒരിക്കൽ കൂടി പറയാം. It is a form of inheritance wherein the alleles of a gene pair in a heterozygote are fully expressed. ഒരിക്കൽ കൂടി പറയാം, കോഡോമിനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a form of inheritance wherein the alleles of a gene pair in a heterozygote are fully expressed. അതായത് ഹെട്രോസൈഗസ് കണ്ടീഷനിൽ കാണുന്ന ഒരു ജീൻ പെയറിൽ ഉള്ള 2 അലീൽസും ഒരുപോലെ എക്സ്പ്രസ് ചെയ്യാം. അതിനെയാണ് കോഡോമിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ്സിൽ 4 ഫിനോടൈപ്പ് ആയിരിക്കും വരിക, 6 ജീനോടൈപ്സ് ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. അതായത് അമ്മയുടെയും അച്ഛൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ട് ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണെന്ന് വിചാരിക്കാം, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O. ഓക്കെ, ഫാദറിന്റെയും മദറിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് O ആണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് വരാറുണ്ട്. അപ്പോൾ നമുക്കിതിന്റെ O എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പാണ് ഫാദറിന്റെ അല്ലേ. അപ്പോൾ ഇതിന്റെ ജീനോടൈപ്പ് നമുക്ക് എഴുതാം. ജീനോടൈപ്പ് ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. അതുപോലെ ഇവിടെയും ജീനോടൈപ്പ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഗ്യാമീറ്റ് എഴുതാം. ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, അതുകൊണ്ട് I എന്ന് വരും. ദെൻ ഇവിടെയും ഹോമോസൈഗസ് ആണ്, രണ്ടും ഒരുപോലെയാണ് വന്നിട്ടുള്ളത്. ഹോമോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ഗ്യാമീറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇതിനെ ക്രോസ് ചെയ്യാണ്. അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുമ്പോൾ II ആയിരിക്കും. II എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്, O ആയിരിക്കും അല്ലേ. അപ്പോൾ ഫാദറിന്റെയും മദറിന്റെയും ബ്ലഡ് ഗ്രൂപ്പ് O ആണെങ്കിൽ എത്ര കുട്ടികൾ ഉണ്ടായാലും ആ കുട്ടികളുടെ എല്ലാം ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? O എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB. ഓക്കെ, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O ഗ്രൂപ്പ്. ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും വരിക? IA, IB എന്ന് വരും അല്ലേ. മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O ആണ്, അത് II ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. ഇനി നമുക്ക് ഇതിന്റെ ഗ്യാമീറ്റ്സ് എഴുതാം. ഇവിടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ ആണ്, ഇവിടെ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അപ്പോൾ ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആവുമ്പോൾ ഇത് രണ്ടും എഴുതണം അല്ലേ. IA എന്ന് പറയുന്ന ഗ്യാമീറ്റും ഉണ്ടാവും, IB എന്ന് പറയുന്ന ഗ്യാമീറ്റും ഫോം ചെയ്യും. എന്നാൽ ഇവിടെ ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാമീറ്റ് മാത്രമാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ക്രോസ് ചെയ്യാം. ഇവിടെ IA
ഐ എന്ന് പറയുന്ന കണ്ടീഷൻ വരും. ദെൻ ഐ ബി സ്മോൾ ഐ. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഐ എ സ്മോൾ ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ഗ്രൂപ്പ് ആണ് അല്ലെ, എ ഗ്രൂപ്പ് ആണ്. ദെൻ ഐ ബി ഐ എന്ന് പറയുമ്പോൾ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് ബി ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി തന്നു, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒയും തന്നു. എന്നാൽ ഈ രണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സും പ്രോജനികളിൽ കണ്ടില്ല. ഓക്കെ, രണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സും പ്രോജനിയിൽ കണ്ടില്ല, കുട്ടികളിൽ കണ്ടിട്ടില്ല. അതിന് പകരമായിട്ട് പുതിയ രണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് വന്നിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഗ്രൂപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ 50-50 ചാൻസ് ആണ് ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിൽ എയോ ബിയോ വരാനുള്ള സാധ്യത ഉള്ളത്. അപ്പോൾ പാരൻസിൽ കാണാത്ത രണ്ട് ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ് കുട്ടികളിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഫാദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ഉണ്ടാകാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഐ എ എന്ന് എഴുതാം. ഇങ്ങനെ മാത്രമല്ലല്ലോ നമുക്ക് എഴുതാൻ പറ്റുക, വേറൊരു രീതിയിലും കൂടി എഴുതാം. എങ്ങനെ എഴുതാം? ഐ എ ഐ. ഇങ്ങനെ എഴുതിയാലും എന്താണ്? ബ്ലഡ് ഗ്രൂപ്പ് എ തന്നെയാണ് അല്ലേ? ഇതും എ തന്നെയാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാലും ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. തൽക്കാലം നമുക്ക് ആദ്യത്തെ ഇങ്ങനെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക നോക്കാം. ഐ എ വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ബി എന്ന് എഴുതാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് എങ്ങനെ എഴുതാം? ഐ ബി സ്മോൾ ഐ എന്ന് കൂടി എഴുതാം അല്ലേ? അത് ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം. ഇത് ഐ ബി സ്മോൾ ഐ എന്നും കൂടി എഴുതാം. പക്ഷെ നമ്മൾ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ് വരിക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഗ്യാമീറ്റ്സ് നമ്മൾ എടുത്തെഴുതുന്നു. ഗ്യാമീറ്റ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഗ്യാമീറ്റ്സ് വരിക? രണ്ടും സെയിം ആണ്, അപ്പോൾ ഹോമോസൈഗസ് ആണ്. സോ ഐ എ എന്ന് എഴുതുന്നു. ദെൻ ഇവിടെ ഗ്യാമീറ്റ് എടുത്തെഴുതണം, ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. സോ ഐ ബി എന്ന് എടുത്തെഴുതുന്നു. ദെൻ ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഐ എ ഐ ബി എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ ഐ എ ഐ ബി എന്ന് പറഞ്ഞാൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരുന്നു? എ ബി ഗ്രൂപ്പ് ആണ് അല്ലേ? എ ബി ഗ്രൂപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെതും എ ആണ്, മദറിൻ്റെ ബി ആണ്. എന്നാൽ ഹോമോസൈഗസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യണം. ഹോമോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി ആയിരിക്കും. എല്ലാ കുട്ടികളുടേതും എ ബി ആയിരിക്കും. എന്നാൽ ഇനി ഇവിടെ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിലോ നമുക്കതൊന്ന് ചെയ്തു നോക്കാം. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വരും? സ്മോൾ ഐ എന്ന് വരും അല്ലേ? ഇവിടെ എങ്ങനെ വരും? സ്മോൾ ഐ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഹെറ്ററോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷൻ, അതായത് എ എന്ന് പറയുന്നതിന് നമുക്ക് ഇങ്ങനെയും എഴുതാം, ഐ എ സ്മോൾ ഐ എന്ന് എഴുതാം. ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് നമുക്ക് ഈ ഒരു രീതിയിലും എഴുതാം. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ ഐ ബി സ്മോൾ ഐ എന്ന് എഴുതാം. ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയാണ് വരിക നോക്കാം. ഐ എ സ്മോൾ ഐ എന്ന് എഴുതുന്നു അല്ലേ? ഇത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പോൾ നമ്മൾ ഗ്യാമീറ്റ്സ് എടുത്തെഴുതുമ്പോൾ രണ്ടും എഴുതണം. ഹെറ്ററോസൈഗസ് അല്ലേ? സോ ഐ എ ഐ രണ്ടും എടുത്തെഴുതണം. ഓക്കെ, ഇനി ഇവിടെ ഐ ബി ഐ എന്നുള്ളത് ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആയതുകൊണ്ട് ഐ ബി ഐ. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരിക നോക്കാം. ഇവിടെ ഐ എ ഐ ബി എന്ന് വരും, വരില്ലേ? ഐ എ ഐ ബിയും വന്നു. ഓക്കെ, ദെൻ ഇനി ഇങ്ങനെ ക്രോസ് ചെയ്തൂടെ? എങ്ങനെ വരും? ഐ എ സ്മോൾ ഐ, ഐ എ സ്മോൾ ഐ വന്നു, വന്നില്ലേ? ഇനി ഇങ്ങനെയും ക്രോസ് ചെയ്യാം നമുക്ക്. സ്മോൾ ഐ ഐ ബി അല്ലേ? ഐ ബി ഐ. ദെൻ സ്മോൾ ഐനെ സ്മോൾ ഐയുമായിട്ട് ക്രോസ് ചെയ്യാം. സ്മോൾ ഐ എന്ന് വരും. ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ എഴുതി, ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെയും നമ്മൾ ഹെറ്ററോസൈഗസ് കണ്ടീഷനിൽ എഴുതി. ഇങ്ങനെ എഴുതി ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയത്
എ ബി എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് വന്നു, എ ഗ്രൂപ്പ് വന്നു, ബി ഗ്രൂപ്പ് വന്നു, ഒ ഗ്രൂപ്പും വന്നു. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബ്ലഡ് ഗ്രൂപ്പ്സ് എല്ലാം വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഫാദറിൻ്റെയും മദറിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് തന്നിട്ട് ഉണ്ടാവാൻ പോകുന്ന കുട്ടികളുടെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കാറുണ്ട്. നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ സെക്കൻഡ് വൺ കോഡോമിനൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തേർഡ് വൺ ഈസ് മൾട്ടിപ്പിൾ അലീൽസ്. മൾട്ടിപ്പിൾ അലീൽസിനെ കുറിച്ച് ജസ്റ്റ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു. മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. 3 or more alleles for a particular gene. അതായത് ഏതെങ്കിലും ഒരു ജീൻ, ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജീൻ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനിന് 2-ലധികം അലീൽസ് ഉണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ബ്ലഡ് ഗ്രൂപ്പ്. ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന ABO ബ്ലഡ് ഗ്രൂപ്പ് അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലെ. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് മൾട്ടിപ്പിൾ അലീലിസത്തിന് എക്സാമ്പിൾ ആണ്. എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഐ ജീൻ എന്നുള്ളത് അല്ലെ. അപ്പോൾ ഈ ഒരു ഐ ജീനിന് 2-ലധികം അലീൽസ് ഇല്ലേ. നോർമലി ഒരു ക്യാരക്ടറിന് 2 അലീൽസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ചില ജീൻസിന് എന്തുണ്ടായിരിക്കും, 2-ലധികം അലീൽസ് ഉണ്ടായിരിക്കും. അതിനെയാണ് മൾട്ടിപ്പിൾ അലീൽസ് എന്ന് പറയുന്നത്. ഇവിടെ ബ്ലഡ് ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഐ ജീൻ. ഈ ഒരു ഐ ജീനിന് 2-ലധികം അലീൽസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് അലീൽസ്? ഐ എ എന്ന് പറയുന്ന അലീലുണ്ട്, ഐ ബി എന്ന് പറയുന്ന അലീലുണ്ട്, ദെൻ സ്മോൾ ഐ ഉണ്ട്. അങ്ങനെ 3 അലീൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നമുക്ക് എന്തിനു ഉദാഹരണമായിട്ട് പറയാം? മൾട്ടിപ്പിൾ അലീൽസിന് ഉദാഹരണമായിട്ട് പറയാം. ഈ ഒരു ഫിനോമിനോണിനെ എന്ത് പറയും? മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറയും. നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസിൽ 4th വൺ ആണ് പ്ലിയോട്രോപ്പി. അപ്പോൾ പ്ലിയോട്രോപ്പി എന്താന്ന് നോക്കാം. എ ജീൻ വിച്ച് കൺട്രോൾസ് മോർ ദാൻ 1 ഫിനോടൈപ്പ് ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിക് ജീൻസ്. ഒരിക്കൽ കൂടി പറയാം. പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ജീൻ വിച്ച് കൺട്രോൾസ് മോർ ദാൻ 1 ഫിനോടൈപ്പ് ഓർ മോർ ദാൻ 1 ക്യാരക്ടർ ഈസ് കോൾഡ് പ്ലിയോട്രോപ്പിക് ജീൻസ്. അതായത് ഒരു ജീന് 1-ലധികം ഫിനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുക. ഒരു ജീൻ 1-ലധികം ഫിനോടൈപ്പ് അല്ലെങ്കിൽ 1-ലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക. അത്തരം ജീൻസിനെയാണ് പ്ലിയോട്രോപ്പിക് ജീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനെ നമുക്ക് എന്ത് പറയാം? പ്ലിയോട്രോപ്പി എന്ന് പറയാം. അപ്പോൾ അത് എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. പീ പ്ലാന്റ് ജീൻ, അതായത് പീ പ്ലാന്റിൽ കാണുന്ന ഒരു പ്രത്യേക ജീൻ ഉണ്ട്. ആ ഒരു ജീന് 1-ലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നോർമലി ഒരു ജീന് ഒരു പ്രത്യേക ക്യാരക്ടറിനെ ആയിരിക്കും കൺട്രോൾ ചെയ്യുക അല്ലെ. നോർമൽ കേസിൽ ഒരു ജീന് ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫിനോടൈപ്പിനെ ആയിരിക്കും ആ ഒരു ജീന് കൺട്രോൾ ചെയ്യുന്നത്. എന്നാൽ പ്ലിയോട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജീന് 1-ലധികം ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്ലിയോട്രോപ്പിക് ജീൻസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ നോക്കാം. പീ പ്ലാന്റ് ജീൻ, പീ പ്ലാന്റിൽ കാണുന്ന ഒരു ജീനാണ്. ആ ഒരു ജീൻ പീ പ്ലാന്റിലെ ഫ്ലവർ കളർ, സീഡ് കളർ, റെഡ് സ്പോട്ട്സ് ഓൺ ലീഫ് ആക്സിസ്, ഈ 3 ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പീ പ്ലാന്റിൽ കാണുന്ന ഒരു പ്രത്യേക ജീന് 3 ഫിനോടൈപ്സ് അല്ലെങ്കിൽ 3 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് നോക്കാം. ഫ്ലവർ കളർ, അതായത് ആ ഒരു പീ പ്ലാന്റിലുള്ള ഫ്ലവറിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീഡ് കളർ, ആ ഒരു പീ പ്ലാന്റിലെ സീഡിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേ ജീൻ തന്നെ ഈ ഒരു പീ പ്ലാന്റില് ലീഫ് ആക്സിസിൽ കാണുന്ന റെഡ് സ്പോട്ടിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ജീൻ തന്നെ 1-ലധികം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ 1-ലധികം ഫിനോടൈപ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്ലിയോട്രോപ്പിക് ജീൻസ് എന്ന് പറയുന്നത്. ഈ ഒരു ഫിനോമിനെ നമുക്ക് എന്ത് പറയാം? പ്ലിയോട്രോപ്പി എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സ്റ്റാർ സിന്തസൈസ് ഇൻ പീ സീഡ്. ഇത് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. സ്റ്റാർ സിന്തസിസ് ഇൻ പീ സീഡ്. അപ്പോൾ പീ സീഡിൽ സ്റ്റാർ സിന്തസൈസ് ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ സ്റ്റാർ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ട്. ആ ജീൻ 2 കാര്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, 2 ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാർച്ചിന്റെ സൈസിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ
ആ പീ പ്ലാന്റിന്റെ സീഡ് ഷേപ്പിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്നിലധികം ക്യാരക്ടേഴ്സിനാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലിയോട്രോപ്പി എന്താന്ന് ഒരിക്കൽ കൂടി പറയാം. എ ജീൻ വിച്ച് കൺട്രോൾസ് മോർ ദാൻ വൺ ഫിനോടൈപ്പ് ഈസ് കോൾഡ് പ്ലിയോട്രോപിക് ജീൻസ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ജീൻ ഒന്നിലധികം ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഒന്നിലധികം ഫിനോടൈപ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്ലിയോട്രോപിക് ജീൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് കൂടി ഒന്ന് പഠിക്കുക. അവിടെ 2 എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. The next is polygenic inheritance. Polygenic inheritance, it is also called as quantitative inheritance. ഈ ഒരു പോളിജനിക് ഇൻഹെരിറ്റൻസിന് മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഇൻഹെരിറ്റൻസ് എന്ന് കൂടി പറയാറുണ്ട്. അപ്പൊ എന്താണ് പോളിജനിക് ഇൻഹെരിറ്റൻസ് എന്ന് നോക്കാം. A character whose expression is controlled by number of genes. അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻസ് ഉണ്ടാവുക, അതിനെയാണ് പോളിജനിക് ഇൻഹെരിറ്റൻസ് എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയാം. എ ക്യാരക്ടർ ഹൂസ് എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ നമ്പർ ഓഫ് ജീൻസ്. നോർമലി ഒരു ജീൻ ആണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ജീൻ അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻസ് ഉണ്ടാവുക, അതിനെയാണ് പോളിജനിക് ഇൻഹെരിറ്റൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹ്യൂമൻ സ്കിൻ കളർ. ഹ്യൂമൻ സ്കിൻ കളർ ഇതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഹ്യൂമൻ സ്കിൻ കളറിനെ, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന്റെ സ്കിന്നിന്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്ന 3 ജീൻസ് ഉണ്ട്. എ, ബി, സി എന്ന് പറയുന്ന 3 ജീൻസ് ഹ്യൂമൻ ബീയിങ്സിന്റെ സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇത് 3ഉം ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമാണ് ഓരോ ക്യാരക്ടറും എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി, ക്യാപിറ്റൽ സി, ഇത് ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമാണ് സ്കിന്നിന് ഡാർക്കസ്റ്റ് കളർ ഉണ്ടാവുന്നത്, സ്കിൻ കുറച്ച് ഡാർക്ക് ആയിട്ട് മാറുന്നത്. ദെൻ ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി, ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് കളർ ആയിരിക്കും. അതായത് അത്ര ഡാർക്കും ആയിരിക്കില്ല, അത്ര ലൈറ്റ് കളറും ആയിരിക്കില്ല, അതിന് ഇടയിൽ വരുന്ന ഒരു ഇന്റർമീഡിയറ്റ് കളർ ആയിരിക്കും. ആ കളറിനെ നമുക്ക് മുള്ളറ്റോ എന്ന് പറയാം, മുള്ളറ്റോ. ദെൻ സ്മോൾ എ സ്മോൾ എ, സ്മോൾ ബി സ്മോൾ ബി, സ്മോൾ സി സ്മോൾ സി, ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സ്കിൻ ആയിരിക്കും. അപ്പൊ ഒരിക്കൽ കൂടി പറയാം. ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ ബി, ക്യാപിറ്റൽ സി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഡാർക്കസ്റ്റ് സ്കിൻ ആയിരിക്കും. ദെൻ സ്മോൾ എ സ്മോൾ എ, സ്മോൾ ബി സ്മോൾ ബി, സ്മോൾ സി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ലൈറ്റ് സ്കിൻ കളർ ആയിരിക്കും. ഇനി ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ ബി സ്മോൾ ബി, ക്യാപിറ്റൽ സി സ്മോൾ സി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് സ്കിൻ കളർ ആയിരിക്കും. ഇന്റർമീഡിയറ്റ് സ്കിൻ കളറിനെ മുള്ളറ്റോ എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത്രയുമാണ് പോളിജനിക് ഇൻഹെരിറ്റൻസിൽ പഠിക്കാനുള്ളത്. അപ്പൊ പോളിജനിക് ഇൻഹെരിറ്റൻസ് ഒരിക്കൽ കൂടി പറയാം. ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിലധികം ജീൻസ് ഉണ്ടെങ്കിൽ അതിനെയാണ് പോളിജനിക് ഇൻഹെരിറ്റൻസ് എന്ന് പറയുന്നത്. അതിലെ എക്സാമ്പിൾ പഠിക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. ഹ്യൂമൻ സ്കിൻ കളർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡീവിയേഷൻസ് ഫ്രം മെൻഡീലിയൻ പ്രിൻസിപ്പിൾസ് ആണ്, അഥവാ നോൺ മെൻഡീലിയൻ ഇൻഹെരിറ്റൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you all for watching this video.